കേരളത്തിൽ സർക്കാരിൻ്റെ നയമാണ് ഡിസ്റ്റിലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത്. കൂടുതൽ സംരംഭകർ വന്നാൽ മറ്റ് സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും, അതും നിയമാനുസൃതം പരിഗണിക്കും. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ. അവരപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും. അതാണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നയം. ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു. മലമ്പുഴ ഡാമിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആവശ്യം വരില്ല. ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 5 ലക്ഷം ലിറ്ററാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക. 5 ലക്ഷം, 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായി 5 ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല. പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട്. സർ, അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അദ്ദേഹം ചിരിക്കുന്നുണ്ട്, അതോർത്തായിരിക്കും ഇപ്പോൾ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ. സർ, അവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥാപനത്തിൻ്റെ 3500 കുട്ടികൾ പഠിക്കുന്ന 2500 അധ്യാപകരും അനധ്യാപകരുമുള്ള ഒരു സ്ഥാപനത്തിൽ 15 മഴവെള്ള സംഭരണികളാണുള്ളത്. 33 കോടി ലിറ്ററാണ് അവിടെ സംഭരിക്കുന്നത്.